Hello everyone, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ലഡു റെസിപ്പി ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പ് വെച്ച് ലഡു. അതാട്ടോ. അപ്പോൾ ഇപ്പോ എന്തായാലും എല്ലാവരുടെ വീട്ടിൽ അത് ഉണ്ടാവണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് നമുക്ക് കിറ്റൊക്കെ തന്നതിൽ ഈ സംഭവം ഉണ്ട്. മിക്കവാറും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെറുപ്പിക്കുന്നുണ്ടാവും എല്ലാ വീട്ടിലും. അതുകൊണ്ട് നമുക്ക് ലഡുവിന്റെ റെസിപ്പി നോക്കാം. പാൻ ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി അത് ചൂടായി കഴിയുമ്പോൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് കഴുകി വെച്ചേക്കണേന് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 3 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് അല്പം കളർ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല. ലഡുവിൻ്റെ ആ കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ലെമൺ യെല്ലോ കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണത്. ഇനി ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 5 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം മധുരമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചേക്കണത്. കുറച്ചും കൂടി മധുരം വേണമെന്നുള്ളവർ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 5-10 മിനിറ്റും കൂടി നല്ലോണം ഒന്നിരുന്ന് ഡ്രൈ ആവട്ടെ. നല്ലോണം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. നല്ലോണം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേക്കും അതൊന്ന് ഓഫ് ചെയ്യാം. പാനിൽ നിന്ന് മാറ്റി അല്പം ചൂടാറിയ ശേഷം ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടുണ്ട്. ഇനി ഒരു മുന്തിരി കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതെ ഇത്രേ ഉള്ളൂ. ഇതേപോലെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം. എളുപ്പമല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.